മോളെ, കഴിക്കാൻ വാ. അമ്മയുടെ വിളി കേട്ട് 8 വയസ്സുകാരി ബെഡിൽ നിന്നും കിണുങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടി. അവൾ വിനിത, അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൾ. ഇപ്പോൾ 3ൽ പഠിക്കുന്നു. ചെറുപ്പം മുതൽ ആരുടെയും കൂടെ കളിക്കാൻ വിടാൻ അമ്മ സമ്മതിച്ചിരുന്നില്ല. അവളുടെ കൂടെ കളിക്കുന്നത് അമ്മയായിരുന്നു. മകൾ കൂട്ടുകൂടി ചീത്തയായാലോ എന്ന് ഭയമായിരുന്നു ഇരുവർക്കും. അവളെ എങ്ങും ഒറ്റയ്ക്ക് വിടാതെ, ആരോടും കൂട്ടുകൂടാൻ വിടാതെ, സ്വന്തം വ്യക്തിത്വം പോലും മനസ്സിലാക്കാൻ വിടാതെ ആ മാതാപിതാക്കൾ അവളെ കൂട്ടിലടച്ചു. വർഷങ്ങൾ കഴിയുന്തോറും അവൾ ആ മാതാപിതാക്കളെ വെറുക്കാനും അകറ്റി നിർത്താനും തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞു. അവൾ ദൂരെയുള്ള സ്കൂളിൽ പഠിക്കണമെന്ന് വാശി പിടിച്ചു. എങ്ങനെയും ഈ നശിച്ച വീട്ടിൽ നിന്നും ദൂരെ ഒളിക്കാൻ അവൾ ഏറെ ആഗ്രഹിച്ചു. പക്ഷെ അവളിൽ ഒരു പേടി മാത്രം അവശേഷിച്ചു. തനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുമോ? ഇതുവരെയുള്ള ജീവിതമല്ല പുറത്തുള്ളതെന്ന് അവൾക്ക് അവളുടെ കൂട്ടുകാരികളിൽ നിന്നും ഇതിനോടകം മനസ്സിലായിരുന്നു. +1 അവൾ ആഗ്രഹിച്ചതുപോലെ ദൂരെയുള്ള സ്കൂൾ തന്നെ കിട്ടി. അമ്മയ്ക്കും അച്ഛനും അഡ്മിഷൻ എടുത്ത് സ്കൂൾ ഹോസ്റ്റലിൽ തന്നെ റൂം റെഡിയാക്കി. വേദനയോടെ മാതാപിതാക്കളെ പിരിഞ്ഞു. അവൾ പോയപ്പോൾ അവളുടെ മനസ്സിൽ സന്തോഷം തുടികെട്ടി. ഇനിയാണ് താൻ ജീവിതം ആസ്വദിക്കാൻ പോകുന്നതെന്ന് അവൾ മനസ്സിൽ ഉറക്കെ പറഞ്ഞു. മകളുടെ ഒറ്റയ്ക്കുള്ള ജീവിതം ആ മാതാപിതാക്കളെ വേദനപ്പെടുത്തിയെങ്കിലും അവളുടെ സന്തോഷം അവർ വൈകിയെങ്കിലും അംഗീകരിച്ചു. വിനിതയല്ലേ, ഞങ്ങൾ ഈ റൂമിൽ തനിക്കൊപ്പമാണ്. വീട് വിട്ടതിൽ സങ്കടമുണ്ടാവും. ഞങ്ങളൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു. അവളുടെ റൂമിലേക്ക് 3 പെൺകുട്ടികൾ കടന്നു വന്ന് പറഞ്ഞു. അവളേക്കാൾ മൂത്ത കുട്ടികളാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവരെ നോക്കി ചിരിച്ചു നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവളുടെ മൗനം അവർ അവളുടെ സങ്കടമായി കണ്ടു. സത്യം അതല്ലെങ്കിലും, ഞാൻ അഞ്ജു, ഞാൻ മിമ്മി, ഞാൻ നിമ്മി. ഞങ്ങൾ ഇവിടെ കോളേജിലാണ്. മോള് വിഷമിക്കണ്ട. ഞങ്ങളാണ് ഇന്നു മുതൽ നിന്റെ ചേച്ചിമാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ റാഗിംഗ് ഉണ്ട്. പേടിച്ച് കരയാനൊന്നും നിൽക്കരുത്. അവർ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെയും അവർ സംസാരിച്ചു. അവളുടെ പേടി പൂർണ്ണമായും മാറി. തന്നെ സ്നേഹിക്കാനും തന്നെ മനസ്സിലാക്കാനും ഒരു കൂട്ടം ആളുകൾ തനിക്കുണ്ടെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം ആദ്യമായി അവൾ മാതാപിതാക്കളുടെ നേരിൽ തട്ടാതെ അവളുടെ ഇഷ്ടങ്ങളിലേക്ക് യാത്രയായി. അടിപൊളി സ്കൂൾ, കൂട്ടുകാരും കൊള്ളാം. ഉച്ചവരെ ഓരോ ടീച്ചർമാരും നന്നായി ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആൺകുട്ടികൾ അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വന്നത്. അതിൽ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുത്തൻ ഡെസ്കിലേക്ക് ചാടിയിരുന്ന് അവരെ അവൻ്റെ നേരെ നിരത്തി നിർത്തി. വിനിത പേടിയോടെ കൂട്ടുകാരികളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ അമൽ, +2വിലാണ്. എല്ലാവരും സ്വന്തം പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടൂ. അവൻ ചിരിയോടെ പറഞ്ഞു. ഓരോ കുട്ടികളും പേര് പറഞ്ഞു തുടങ്ങി. അവസാനം വിനിത മാത്രം പേര് പറയാതെ മുഖം താഴ്ത്തി നിന്നു. എന്നാ നിനക്ക് പേരില്ലേ? അവളുടെ അഹങ്കാരം കണ്ട് അമൽ അലറി. അവൻ്റെ അലർച്ച കേട്ട് അവൾ വിറച്ചുകൊണ്ട് അവളുടെ പേര് പതുക്കെ പറഞ്ഞു. കേട്ടില്ല, ഉറക്കെ പറയടി. അവൻ വീണ്ടും അലറി. അവൾ കരച്ചിലടക്കി ഉറക്കെ വിക്കി വിക്കി പേര് പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് പോയിക്കോ. ഇവളുടെ പേടി മാറ്റിയിട്ട് ഞാൻ വിടാം. അമൽ എല്ലാവരെയും ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വിട്ട ശേഷം വിനിതയുടെ അടുത്ത് പോയി നിന്നു. അപ്പോഴും അവൾ വിറച്ചു നിൽക്കുകയായിരുന്നു. എടി, നേരെ നോക്ക്. നീ ഇതിനു മുമ്പ് മനുഷ്യനെ കണ്ടിട്ടില്ലേ? അമലിന് നല്ല ദേഷ്യം വന്നു. ചേട്ടാ, എനിക്ക് പേടിയാണ്. അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ കരച്ചിൽ അവൻ്റെ ദേഷ്യം കുറച്ചു. അവൻ അവളുടെ കൈ ബലമായി മുഖത്ത് നിന്ന് മാറ്റി. എന്താ നീ ഇങ്ങനെ കരയുന്നേ? പോട്ടെ, ഞാൻ ഒന്നും ചെയ്യില്ല. അമൽ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. അവൻ ഡോറിൻ്റെ അടുത്ത് ചെന്ന് തിരിഞ്ഞു നിന്നു. വിനി, വൈകിട്ട് നമുക്ക് കാണാം. ഹോസ്റ്റലിലല്ലേ? അവൻ ചിരിയോടെ പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അവൾ പേടിയോടെ തലകുലുക്കി സമ്മതിച്ചു. അവൻ പോയപ്പോൾ കൂട്ടുകാർ അവളെ പൊതിഞ്ഞു. എന്താ ആ ചേട്ടൻ പറഞ്ഞത്? നിന്നെ വല്ലതും ചെയ്തോ? ഇല്ല, ആ ചേട്ടൻ പാവമാ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അമൽ പറഞ്ഞത് പറയാൻ അവൾ മടിച്ചു. അവളുടെ കാലുകൾ ബലക്കുറവ് തോന്നി. അവൾ
കൂട്ടുകാരോട് പറയാതെ അമല് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടി. ഭയം അവളിൽ ഏറെ ഉണ്ടെങ്കിലും അവൾക്കറിയാം അമല് പാവമാണെന്ന്. അവൻ്റെ സ്നേഹത്തോടെയുള്ള സാമീപ്യം അവൾ ആസ്വദിച്ചതാണ്. ആണുങ്ങളെല്ലാം ഇങ്ങനെയാണോ? ആയിരിക്കാം. തൻ്റെ കണ്ണീരാണ് അമലിനെ തളർത്തിയത്. അമലിനോട് എന്ത് പറയും? അവൻ ചോദിക്കുന്നത് തൻ്റെ കയ്യിൽ എന്തുത്തരമാണുള്ളത്? അവൾ ഓരോന്നും ആലോചിച്ച് അമല് പറഞ്ഞ ക്ലാസ്സിലെത്തി. അവൾ പേടിയോടെ ആ ക്ലാസ് റൂമിലേക്ക് കയറി. അവൻ അവളെ പ്രതീക്ഷിച്ച് നിൽക്കും പോലെ തോന്നി അവൾക്ക്. വാടോ. അവൻ കൈ കാട്ടി വിളിച്ചു. അവൻ നടന്നു വന്ന് ഒരു ബെഞ്ചിൽ നടുക്ക് കയറിയിരുന്നു. അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവൾ അവൻ്റെ അടുത്തിരുന്ന് അവനെ നോക്കാതെ മുഖം കുമ്പിട്ട് താഴേക്ക് നോക്കിയിരുന്നു. ബിനി, എന്നെ നോക്ക്. അവൻ അരുമയായി അവളുടെ താടിയിൽ പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. എനിക്ക് പേടിയാവുന്നു. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എന്തിന് പെണ്ണേ? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. നിനക്കറിയോ, എനിക്ക് ഇന്ന് വരെ ഇങ്ങനെയൊരു സ്നേഹം ആരോടും തോന്നിയിട്ടില്ല. നിന്റെ കണ്ണ് എന്നെ വല്ലാതെ തളർത്തുന്നു. ഞാൻ അടുത്ത കൊല്ലം പോവും ഈ സ്കൂളിൽ നിന്നും. അതുവരെ എൻ്റെ പെണ്ണായി നീ ഉണ്ടാവണം. അത് കഴിഞ്ഞും ഈ സ്നേഹമുണ്ടെങ്കിൽ ആയുസ്സുകാലം മുഴുവൻ എൻ്റെ പെണ്ണായി നീ ഉണ്ടാവൂ. അവൻ അവളുടെ കവിളിൽ കൈകൾ ചേർത്ത് വെച്ച് പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞു തൂവി. അവളുടെ ആദ്യം പ്രണയം. ഒന്നും ആലോചിക്കാൻ അവൾക്കുണ്ടായിരുന്നില്ല. താനിപ്പോൾ അമലുവിൽ പ്രണയപരവശയായിരിക്കുന്നു. ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ എൻ്റെ പെണ്ണിനെ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ച് ഒന്നും മിണ്ടാതെയിരുന്നു. അവളുടെ മൗനം സമ്മതമെന്ന് അവളുടെ ഇരിപ്പിൽ ഉണ്ടായിരുന്നു. ഇടത് കൈകൊണ്ട് അമല് അവളുടെ കഴുത്തിൽ പിറകിൽ അമർത്തി പിടിച്ചു. അവളുടെ ആദരം സ്വന്തമാക്കി. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും നുണഞ്ഞു നിർത്തും. അവൻ്റെ കൈകൾ അവളുടെ ചുരിദാറിൻ്റെ ഇടയിൽ അരിച്ചിറങ്ങി. അവൾ അത് ആസ്വദിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അമല് കൂടുതൽ ആവേശഭരിതനായി. അവർ സ്വയം മറന്ന് ചുംബനത്തിൽ ലയിച്ചു പോകുമ്പോഴാണ് ആ റൂമിലെ വെളിയിൽ ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അമല് പെട്ടെന്ന് എണീറ്റ് അവളെയും കൊണ്ട് മറഞ്ഞു നിന്നു. ആരാ? അവൻ്റെ ചെവിയിൽ അവൾ ചോദിച്ചു. ടീച്ചേഴ്സ് ആവും. മിണ്ടാതിരി. അവർ ബാത്റൂമിലേക്ക് പോകുന്നതാവും. അവർ പോയാൽ നമുക്ക് പുറത്തേക്ക് വേഗം പോകണം. ഇനി ഇവിടെ ഇരുന്ന പണി കിട്ടും. അവൻ പറഞ്ഞിട്ട് ഡോറിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ ഊഹിച്ചതുപോലെ ടീച്ചേഴ്സ് താഴെയുള്ള ബാത്റൂമിലേക്ക് പോകുന്നതായിരുന്നു. അവർ പോയപ്പോൾ അമല് അവളുടെ കയ്യിൽ പിടിച്ച് കൊണ്ട് പുറത്തേക്ക് ഓടി. അവർ ഓടി അവരുടെ ക്ലാസ്സിൽ അടുത്തെത്തിയപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചു. ഇഷ്ടായോ? ഒരുപാട്. അവൾ നാണത്തോടെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ടപ്പോൾ അമല് ഉറക്കെ ചിരിച്ചു. പിന്നെ അവരുടെ പ്രണയകാലമായിരുന്നു. ഒഴിഞ്ഞ ക്ലാസ് റൂമുകളിലും സ്കൂളിന് പുറകിൽ കാട് കയറിക്കിടക്കുന്ന പറമ്പിലും അവരുടെ ശ്വാസം ഗതികൾ നിയന്ത്രണങ്ങളില്ലാതെ ഉയർന്നു കേട്ടു. ഒരു വർഷം അങ്ങനെ കടന്നുപോയി. ഒരു വർഷം കൊണ്ട് വിനിത എന്ന പെൺകുട്ടി അടിമുടി മാറി. എന്താടി എന്ന് ചോദിച്ചാൽ കരയുന്ന പെണ്ണിൽ നിന്നും തിരിച്ച് എന്താടാ എന്ന് ചോദിക്കാൻ പാകത്തിലേക്ക് അവൾ വളർന്നു. അവൾക്ക് പ്രണയമായും വികാരമായും അമലു കൂടെ നിന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അമലു ആ സ്കൂളിനോട് വിട പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നെ മറക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. ഇനി അങ്ങോട്ട് നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാനും നീയും ഇനി ഒരിക്കലും കാണില്ല. എനിക്കെൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. അവളെയും കൊണ്ട് പറമ്പിലും പുല്ലിലും കിടക്കുമ്പോൾ അമല് പറഞ്ഞു. ഞാൻ കാത്തിരിക്കും. എൻ്റെ സ്നേഹം മൊത്തം നീ വാരിയെടുത്തില്ലേ? അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് തല വെച്ച് അവൾ കരച്ചിലടക്കി പറഞ്ഞു. അതൊക്കെ നിനക്ക് തോന്നുന്നതാ, പ്രണയത്തിൻ്റെ പ്രശ്നം. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തത് ഈ കാലത്ത് ഇതൊന്നും തെറ്റല്ല. ഇനി ഒരാണിനും ഒരു പെണ്ണിനെ ഫ്രഷായി കിട്ടില്ല. ആരുടെയെങ്കിലുമൊക്കെ എച്ചിലേ കിട്ടൂ. അമല്, ഐ ലവ് യു. അതിന് അവൻ അവളിലേക്ക് ആവേശത്തിൽ പടർന്നു കയറി. അവളുടെ വികാരത്തിൻ്റെ കെട്ടുകൾ അവൻ വീണ്ടും അഴിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പടികൾ ഇറങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവളുടെ കണ്ണീർ കൊണ്ട് ചുറ്റുമൊന്നും കാണാൻ വയ്യാതെ നിൽക്കുമ്പോഴാണ് അവളുടെ കൈകൾ ആരോ പിടിക്കുന്നത്. അവൾ കണ്ണുകൾ മറു കൈകൊണ്ട് അമർത്തി തുടച്ചു.
അവളുടെ കയ്യിൽ പിടിക്കുന്ന ആളെ നോക്കി നിറഞ്ഞ ചിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾ ചിരിച്ചൊന്ന് വരുത്തി ബാഗുകളെടുക്കാൻ ഹോസ്റ്റലിലേക്ക് നടന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് സന്തോഷത്തിൽ നിറഞ്ഞു നിന്നു. 10 മാസമായി മക്കളെ വീട്ടിലേക്ക് കൂട്ടുന്നത്. വെക്കേഷൻ ആയപ്പോൾ മകൾ പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വന്നില്ല. ഇനി 2-ാം മാസം വീണ്ടും നരകക്കുഴിയിൽ കിടക്കണമെന്ന് ആലോചിച്ചുമ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നി. അവൾ എത്തിയപ്പോൾ മുതൽ അച്ഛനോടും അമ്മയോടും ഒന്നും സംസാരിക്കാൻ നിന്നില്ല. അവളുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ മാതാപിതാക്കളെ ഏറെ വേദനിപ്പിച്ചു. നമ്മുടെ മോള് ആകെ മാറിപ്പോയി. അവളെ വല്ല ബാധയും പിടിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ പേടി. പണ്ടൊക്കെ എത്ര സ്നേഹത്തിൽ സംസാരിച്ചിരുന്ന കുട്ടിയാ. വന്ന ഈ നിമിഷം വരെ എന്നോട് ചിരിച്ചൊരു വർത്താനം പറഞ്ഞില്ല. ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്, ഭർത്താവിനോട് അവരുടെ ആദി പറഞ്ഞു. നീ സംശയിക്കും പോലെ ഒന്നുമില്ല. അവൾ നമ്മുടെ മോളല്ലേ. അവളിപ്പോൾ മുതിർന്നില്ലേ. അതാണ് നമ്മളോട് ഈ അകൽച്ച. പെൺകുട്ടികൾ അങ്ങനെയാടോ. എല്ലാം ശരിയാവും. 2 മാസം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് റെഡിയാക്കാം. ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇതേ സമയം വിനിത അമലുവിനെ വിളിക്കാൻ നോക്കുകയായിരുന്നു. അവൻ്റെ അകൽച്ച അവളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഹായ് അമലു, എവിടെയാ? ഞാനോ? മാമാൻ്റെ വീട്ടിലാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇവിടെ കസിൻസ് എല്ലാവരുമുണ്ട്. ഞങ്ങൾ ഒരു ഫാമിലി പോവാനുള്ള പ്ലാനാണ്. ഓക്കെ ബൈ. അവൻ പറഞ്ഞതും ഫോൺ നിശബ്ദമായി. അവൻ തന്നെ ഒഴിവാക്കിയെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് വിളിക്കാതിരിക്കാൻ ഫോണിൽ അവൻ്റെ പേരെഴുതി സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോൺ ബെഡിലേക്കിട്ട ശേഷം അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. അവളുടെ ഉള്ളിൽ അമലുമായി കഴിഞ്ഞ ദിവസങ്ങൾ തീക്കട്ടി വന്നു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? അവൻ്റെ ഓർമ്മകൾ തന്നെ കൊല്ലാതെ കൊല്ലുന്നു വയ്യ, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെയും അവൾ ഏറെ നേരം ആലോചനയോടെ അവിടെ തന്നെ നിന്നു. മോളെ, അമ്പലത്തിൽ പോവാം. അമ്മയുടെ വിളി അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവളുടെ അമ്മ ഒരു ഹിന്ദുവാണ്, അച്ഛൻ ക്രിസ്ത്യാനിയും. ഏറെ നാളുകൾ പ്രണയിച്ചു. അവർ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയുള്ള വിവാഹത്തിന് വേണ്ടി കാത്തിരുന്നു. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇരു വീട്ടുകാർക്കും സാധിച്ചില്ല. ഇരുവരും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചു. പരാതികൾക്കിടെ ഇടം കൊടുക്കാതെ ബിനിയെ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുപോകും. ബിനി മാമോദിസം ഏറ്റ കുട്ടിയുമാണ്. ബിനിയുടെ പപ്പയും അപ്പൻ്റെ അവസാന ആഗ്രഹം അതായിരുന്നു, മാമോദിസ. അവളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മ. അവരുടെ മുഖത്തെ സന്തോഷം അവൾ പുച്ഛത്തോടെ നോക്കിക്കണ്ടു. ആ, ഞാനൊന്ന് കുളിക്കട്ടെ, അവൾ പറഞ്ഞിട്ട് സെൽഫിൽ നിന്നും പുതിയതായി മേടിച്ച് ഇറക്കം കുറച്ച ഒരു ഫ്രോക്ക് എടുത്തു നോക്കി. പിന്നെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് കുളിക്കാൻ ബാത്റൂമിലേക്ക് നടന്നു. ഈ ഡ്രസ്സ് വേണ്ട, അതിന് തീരെ ഇറക്കില്ല. നാട്ടുകാരെ വല്ലതുമൊക്കെ പറയും. വേറെ ഉടുപ്പില്ലേ? ആ പട്ടുപാവാട ഇട്ടാൽ മതി. അമ്മ ഒരു പട്ടുപാവാട എടുത്ത് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാൻ എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട. നാട്ടുകാരല്ല എന്നെ നോക്കുന്നത്. അവരെ പ്രീതിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഇഷ്ടം, അതിന് കുറേ ഞാൻ നിന്ന് തന്നില്ലേ? ഇനി അത് വേണ്ട. ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാനും ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. മകളുടെ ഓരോ വാക്കുകളും ആ അമ്മ പേടിയോടെ കേട്ടു നിന്നു. അവർ നീട്ടിയ ഉടുപ്പ് അവർ പിൻവലിച്ചു. അത്രമേൽ മകളുടെ വാക്കുകൾ പേടിച്ചു. അവൾ അമ്മയെ പുച്ഛത്തോടെ നോക്കി നിന്ന ശേഷം ബാത്റൂമിൽ ഡോർ അലിച്ചടച്ചു. ആ സൗണ്ട് അമ്മയിൽ വീണ്ടും ഞെട്ടൽ ഉളവാക്കി. അവർ കരഞ്ഞുകൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് നടന്നു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവർ ഭർത്താവിനോട് സംഭവിച്ചത് മൊത്തം പറഞ്ഞു കേൾപ്പിച്ചു. പോട്ടെ, എല്ലാം ശരിയാവും. അയാൾ ഭാര്യയോട് അങ്ങനെ പറഞ്ഞെങ്കിലും സ്വയം സമാധാനപ്പെടാൻ ഏറെ പാടുപെട്ടു. അയാളുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണീർ കണ്ടപ്പോൾ ഭാര്യയുടെ ഉള്ളം പിടഞ്ഞു. ഞാൻ റെഡിയായി, പോവാം. മകളുടെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറി. കഴുത്തിറങ്ങിയ മുട്ടുവരെയുള്ള ഫ്രോക്കാണ് മകളുടെ വേഷവിധാനം. മകളുടെ ശരീര വടിവ് ആ വസ്ത്രം വിളിച്ചു പറയുന്നുണ്ട്. ഈ ഉടുപ്പും ഇട്ടോണ്ടാണോ അമ്പലത്തിൽ പോകുന്നത്?
കേറിപ്പോടി അകത്ത്. അച്ഛൻ്റെ സകല നിയന്ത്രണവും പോയി അയാൾ അലറിക്കൊണ്ട് മകളെ അടിക്കാൻ കൈയും ഉയർത്തി ചെന്നു. എന്നെ തല്ലിയ ഞാൻ തിരിച്ചും തല്ലും. അത് ആരായാലും ആര് എന്ത് കരുതുമെന്ന് എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാ ഉടുപ്പിടുന്നത്. എൻ്റെ കാല് കണ്ടപ്പോൾ അച്ഛന് വല്ലതും തോന്നിയോ? മകളുടെ വർത്തമാനവും ചോദ്യവും അച്ഛൻ്റെ ഉയർത്തിയ കൈ താഴ്ത്തി. അയാളുടെ നോട്ടം എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ഭാര്യയിൽ എത്തി നിന്നു. അവരുടെ മുഖത്തെ പേടി അയാൾക്ക് തളർച്ച ഉളവാക്കി. പിന്നെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മകളുടെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി നിന്നു. ആ രംഗം അവിടെ അവസാനിച്ചില്ല. അവൾ 2 മാസം മാതാപിതാക്കളെ എങ്ങനെയെല്ലാം വേദനിപ്പിക്കാമോ അങ്ങനെയെല്ലാം വേദനിപ്പിച്ചു. അവസാനം അവളോട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ അവർ ഭയന്നു. അമലു അവളെ കാണാനോ വിളിക്കാനോ നിന്നില്ല. അവൾ അവനെ മറക്കാൻ തീരുമാനിച്ചു. അവൾ ചുമ്മാ റൂമിലിരുന്ന് ഫോണിൽ കുത്തിയിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് അവളെ തേടി വരുന്നത്. ഹായിൽ തുടങ്ങി അവർ അടുത്തു. മനു വർമ്മ. ആൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. ആദ്യമൊക്കെ അവൾക്ക് ഒരു നേരം പോക്കായിരുന്നു. പിന്നെ എപ്പോഴോ ഒരു നുറുങ്ങു സ്നേഹം അവളിൽ മുട്ടിട്ടു. മനു വന്നതോടെ അമലു എന്ന പേര് അവൾ മറന്നു. അവളുടെ മനസ്സ് നിറയെ മനു മാത്രമാണ്. ഇപ്പോൾ ഫോണിൽ കൂടി അവർ സ്നേഹം പങ്കിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് നേരിൽ കാണാൻ കൊതിയായി. ഞാൻ അങ്ങോട്ട് വരാം, കൊതിയാവുന്നു, മനു കൊതിയോടെ പറഞ്ഞു. എനിക്ക് കാണണം. നാളെ ഞാൻ ഹോസ്റ്റലിൽ എത്തും. നീ വാ, നമുക്ക് കാണാം. അവളും കൊതിയോടെ പറഞ്ഞു. ഞാൻ മറ്റന്നാൾ അങ്ങ് വരും. അവിടെ ഒരു റൂം എടുക്കാം. വൈകിട്ട് ഹോസ്റ്റലിൽ കയറാം. അവിടെ സീനാവോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല. എന്ത് സീൻ? നീ വാ, എന്നെ ആരും ചോദ്യം ചെയ്യില്ല, അവൾ ധൈര്യത്തോടെ പറഞ്ഞിട്ടിരുന്ന് ഡ്രസ്സ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ ഡ്രസ്സും മാറ്റപ്പെട്ടപ്പോൾ അവർ അവരുടെ ലോകത്തിലേക്ക് സഞ്ചരിച്ചു.